ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് രണ്ട് വരാലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വരാലി കറി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് വരാലിൻ്റെ തല നമുക്ക് മുറിക്കാം. ഇവിടെ തല നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തല എങ്ങ് മുറിച്ച് മാറ്റാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തല എങ്ങ് മുറിച്ച് മാറ്റാനായി നല്ല ഈ മുള്ളിന് ചെറിയൊരു കട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും. പിന്നെ നമുക്ക് തൊലി ഉരിയണം കേട്ടോ. തൊലി ഉരിഞ്ഞാൽ ഇവിടുത്തെ സൈഡിലെ തൊലി ഉരിഞ്ഞാലുള്ള ഉപയോഗം എന്തോന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തൊലി ഊരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ തൊലി ഊരാൻ നേരത്ത് കുറച്ച് പാടാണ്, കാരണം അത് കുറച്ച് പാടാണ്. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നി പോവും. അതതിൻ്റെ ഒരു ഇതിലാണ് ഇങ്ങനെ തെന്നി അങ്ങ് പോകുന്നത്. അതുകൊണ്ട് ചെറിയൊരു ടാസ്ക് ഒരു സംഭവമാണ്, പാടാണ്. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ അടുത്ത സൈഡും വെട്ടുന്നുണ്ട്, അടുത്ത അപ്പുറവും കൂടെ ഇനി വെട്ടണം. അപ്പോൾ അതും ഇങ്ങനെ പാടാണ്, ചെറിയൊരു പാടുണ്ട് രണ്ട് സൈഡും. ഈ ഒരു തൊലി വെട്ടൽ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അത് നമുക്ക് വെട്ടി ഫുള്ള് തൊലിയെല്ലാം ഒരിച്ച് പിന്നെ ഒന്ന് വൃത്തിയാക്കി കഴുകി ഒന്ന് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മീനൊന്നും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് കാണാനും നല്ല രസമായിരിക്കും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്. അത്യാവശ്യം മീനിലൊക്കെ എല്ലാവരും വെട്ടുന്നത് റൗണ്ട് ഷേപ്പിലാണ്, റൗണ്ട് ഷേപ്പിൽ വെട്ടുന്നതാണ് ബെറ്റർ. ഇപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യുന്ന വെച്ചാൽ റൗണ്ട് ഷേപ്പിലാണ്. പിന്നെ നമുക്ക് കറി വെക്കണം. ഇനി നമുക്ക് ഇതെല്ലാം വെട്ടൽ പരിപാടി എല്ലാം കഴിഞ്ഞ് കറി വെക്കാനുള്ള പരിപാടിയാണ്. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതെല്ലാം എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്യാസ് ഓണാക്കി ചട്ടി ചൂടാക്കാനായി വെക്കണം. ചട്ടിയെല്ലാം ചൂടാവണമെങ്കിൽ 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ടീസ്പൂണോളമാണ് ഞങ്ങൾ ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള വെണ്ണയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് കടുകാണ്. കടുകൊന്ന് പൊട്ടിക്കാൻ വേണ്ടി കടുക് കുറച്ചിട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഉലുവയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ എടുത്ത് ഈ ഒരു പരുവം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെളുത്തുള്ളി അതുപോലത്തെ ഉള്ള സംഭവങ്ങൾ ഇടുക. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി നേരത്തെ അരിഞ്ഞ് വെച്ചില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത പോലെ നമ്മൾ കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വലുതായിട്ടൊന്നും വേണ്ട. ഇത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എത്ര നേരം, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം, ഭയങ്കര നേരം വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരത്തെ എടുത്ത് വെച്ച 3 പച്ചമുളകില്ലേ, അത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. ഈ ഒരു കറിവേപ്പില ഈ രണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇത്രയും നമുക്ക് വേണം. ഇപ്പോൾ ഒരു വാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ വീണ്ടും ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കുഴയിൽ എടുത്ത് വെച്ച ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടണം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു കാര്യമുണ്ട്, കുടംപുളിയാണല്ലോ നമ്മുടെ ഈ മീൻ കറിക്ക് അത് മെയിനൊരു സംഭവമാണ്. എല്ലാ മീൻകറിയും, ഈ മീൻകറി മാത്രമല്ല, എല്ലാ മീൻകറിക്കും നമ്മുടെ കുടംപുളി വേണം. ഇപ്പോൾ ഒരു 4-5 കുടംപുളി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ ഈ മല്ലിപ്പൊടി, ഒരു കുഴിയിൽ മല്ലിപ്പൊടി ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ നേരത്തെ, അതിട്ട് കൊടുക്കാം. അത് ഫുൾ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി അതിനൊരു പരിവാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നേരത്തെ എടുത്ത മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ്. അത് നേരത്തെ വെച്ച 1 കപ്പ് മഞ്ഞൾപ്പൊടിയും കൂടെ ഉണ്ട്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഉണ്ട്. അതും ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഇളക്കി എന്ന് പറയുന്നത് ഭയങ്കര കുറേ നേരമൊന്നുമില്ല, അത്യാവശ്യം ഈ ഒരു സമയം നമ്മൾ ഇതിനകത്ത് കാണുന്ന അത്യാവശ്യം നമ്മൾ സാധാരണ മീൻകറിയൊക്കെ വെക്കുന്ന ഒരു ഇളക്കിൽ ആ ഒരു പരുവത്തിൽ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം 1 മിനിറ്റോ 2 മിനിറ്റോളം, 1.5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു പരുവത്തിൽ കിട്ടിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു പരുവത്തിൽ കിട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു കുഴിയിൽ ഒരു കപ്പ്, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. 1/2 കപ്പ് ഭയങ്കര കുറേ വെള്ളം വേണ്ട. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന അതുപോലെയുള്ള കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട്, ജസ്റ്റ് വലുതായിട്ട് വേണ്ട, കുറച്ചൊന്ന് ഇളക്കി അതിനായിട്ടൊന്ന് പിടിപ്പിക്കുക. അതിനായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, അപ്പോൾ ഇതെല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് ഈ ഒരു പരുവാണ് നമുക്ക് ഇത്രയും ചെയ്തിട്ട് കിട്ടുന്നത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്.
ഇതുപോലെ ആയിരിക്കും നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ട് കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. അപ്പം എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്ന ശേഷം അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കുറച്ച് 4-5 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെയാണ് ലാസ്റ്റ് ഇത്രയും നേരം ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതേപോലെയാണ് ഇത്രയും നേരം ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് അടച്ച് പാത്രം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ തിളയ്ക്കും. ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഐറ്റമായ വരാൽ മുറിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേ വരാൽ മുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നത്. ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു കൊതി വരും കേട്ടോ. വായിക്കകത്ത് വെള്ളം ഇങ്ങനെ ഊറും. അപ്പോൾ ഇടുമ്പോൾ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഒരു വായിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഊറും കേട്ടോ. നല്ല സ്പോഞ്ച് പോലെയുള്ള മീനായിരുന്നു, നല്ല മീനാട്ടോ ഈ വരാൽ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ 4-5 ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം വരാലെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കണം, ജസ്റ്റ് ഒന്നും ആ കറിയെല്ലാം പുറത്തോട്ടൊന്ന് ഒഴിച്ച് അതൊന്ന് മുക്കി വെക്കാം. ഇങ്ങനെ ഒന്ന് മുക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ പുറത്ത് കറിയൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് മുക്കി വെക്കാം. അതിന് ശേഷമായിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ കിട്ടും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കിട്ടും നമ്മൾക്ക്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. അത് ഫൈനൽ ലുക്കല്ല. എന്നിട്ട് ഇനിയൊരു സംഭവം കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ കുരുമുളക്. 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇടണം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളകും കൂടെ പുറത്തിട്ട ഇതും കൂടെ ഉള്ളു നമ്മുടെ പരിപാടി. ഇനി ഫുൾ പരിപാടിയും തീർന്നതിന് കുറച്ച് നേരം ജസ്റ്റ് ഇന്നും കൂടെ ഒന്ന് ഇളക്കി കുറച്ച് നേരം അടിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഐറ്റം അങ്ങോട്ട് വരും. നമ്മുടെ വരാൽ കറി. ഇതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സ്പോഞ്ച് പോലുള്ള മീനായിരുന്നു. പറയുമ്പോൾ തന്നെ എനിക്ക് വായിന്ന് വെള്ളം വരും. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, ഇങ്ങനെ ഇങ്ങനെ കപ്പലോടും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.